നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവേ, നീ എഴുന്നള്ളി വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ ഹൃദയത്തിലേക്ക് ആത്മാവ് നിറഞ്ഞ് നീ തരുന്ന വാക്കുകൾ ഉപയോഗിച്ച് ഇന്നത്തെ വചനം പ്രഘോഷിക്കുവാൻ, കർത്താവ് ആഴമായ അർത്ഥതലങ്ങളിലേക്ക് അത് പോകാൻ കർത്താവ് സഹായിക്കണമേ. ശ്രോതാക്കൾ ധാരാളമായി കേൾക്കുന്ന അവരെല്ലാവരും കർത്താവ് ആത്മാവിൽ നിറയുവാനും വചനത്താൽ ഉൾക്കൊള്ളുവാനും വചനവരുടെ ഹൃദയത്തിൽ പതിക്കാനും ആ വചനങ്ങൾക്കനുസരിച്ച് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാനും നവീകരണം ഉണ്ടാകാനും യേശുക്രിസ്തുവിനെ മുറുകെ പിടിച്ച രക്ഷകനായി സ്വീകരിച്ച് ജീവിതത്തിൽ മുന്നേറാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനുഗ്രഹിച്ച് സഹായിച്ച് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് നമ്മളെ ധ്യാനിക്കുന്നത് എഫേസ്യോസ് ലേഖനം 4-ാം അധ്യായം 29-ാമത്തെ വാക്യം നമുക്ക് തുടങ്ങാം. 29-ാം വാക്യം ഞാൻ വായിക്കുന്നു. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്ക് ഉതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. അപ്പം ഈ വാക്യം പ്രധാനമായിട്ടും നമ്മളോട് പറയുന്നത് നമ്മുടെ സംസാരത്തെക്കുറിച്ചാണ്. ഒരു ക്രിസ്തീയ വിശ്വാസി അവൻ്റെ സംസാരം എപ്രകാരമായിരിക്കണം, എന്തെല്ലാം സംസാരിക്കണം, എപ്പോൾ സംസാരിക്കണം, നിയന്ത്രണങ്ങൾ വേണോ വേണ്ടായോ, ഇതെല്ലാം അറിഞ്ഞ് സംസാരം ക്രമീകരിക്കേണ്ടതാണ്. നമ്മുടെ വായിൽ വരുന്നതെല്ലാം അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, എന്തെല്ലാം ഏതെല്ലാം എന്ന് നമ്മൾ വചനമനുസരിച്ച് മനസ്സിലാക്കിയിരിക്കണം എന്ന് ചുരുക്കം. അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സംസാരം ആത്മീയ ചൈതന്യം നൽകുന്നതായിരിക്കണം. എന്തെല്ലാമൊക്കെ അങ്ങ് പറഞ്ഞ് നമ്മുടെ സമയം അങ്ങ് കളയുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ സംസാരം ആത്മീയ ചൈതന്യം നൽകുന്നതായിരിക്കണം. ഏത് വിഷയത്തെക്കുറിച്ചും അങ്ങ് വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. തീത്തോസിനെഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നു, തീത്തോസ് 3:2, ആരെ പറ്റിയും തിന്മ പറയാതിരിക്കാനും കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും സൗമ്യരായിരിക്കാനും എല്ലാ മനുഷ്യരോടും തികഞ്ഞ മര്യാദ പ്രകടിപ്പിക്കാനും നീ അവരെ ഉത്ബോധിപ്പിക്കുക. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്, ഒന്ന്, ആരെ പറ്റിയും തിന്മ പറയരുത്. നല്ല കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ തിന്മ പറയരുത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് ഇരിക്കണം. വെറുതെ ആവശ്യമില്ലാതെ ഈ കലഹങ്ങൾ ഉണ്ടാക്കുന്ന എന്തിനാണ്? അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് നിൽക്കണം. എല്ലാം സമാധാനപൂർണമായിട്ട് സംസാരിക്കുകയും തീരുമാനമെടുക്കുകയും അത് നടപ്പിലാക്കുകയൊക്കെയുമാണ് വേണ്ടത്. നിസ്സാര കാര്യങ്ങൾക്ക് കലഹങ്ങളുണ്ടാക്കി, നമുക്ക് പത്രത്തിൽ നിന്നൊക്കെ അറിയാമല്ലോ, 10 പൈസയുടെ കാര്യത്തിന് വേണ്ടി കലഹമുണ്ടാക്കി കൊലപാതകം വരെ നടക്കുന്നു. എന്തെല്ലാം സംഭവങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം, സൗമ്യരായിരിക്കണം. സംസാരത്തിലും നടപ്പിലും നിൽപ്പിലും ഒക്കെ സൗമ്യരായിരിക്കണം. എല്ലാ മനുഷ്യരോടും തികഞ്ഞ മര്യാദ പ്രകടിപ്പിക്കണം. നമ്മളാണ് ഏറ്റവും വലിയ ആൾ എന്ന് വിചാരിച്ച് അഹങ്കരിക്കല്ല, എല്ലാവരോടും മര്യാദപൂർവം നമ്മൾ സംസാരിക്കണം, മര്യാദ പ്രകടിപ്പിക്കണം. അതിനെ ജനങ്ങളെ ഉത്ബോധിപ്പിക്കാനാണ് തീത്തോസിനോട് പൗലോസ് പറയുന്നത്. യാക്കോബ് അപ്പോസ്തലൻ നമ്മുടെ നാവിനെക്കുറിച്ച് ചില റിമാർക്കൊക്കെ വചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ നാവ് അഗ്നിയാണ്. യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു, യാക്കോബ് 3:6, നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിൽ ഒന്നായ അത്
ശരീരം മുഴുവനെയും മലിനമാക്കുന്നു. നരകാഗ്നിയാൽ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതി ചക്രത്തെ ചുട്ട് പഴിപ്പിക്കുന്നു. നാവൊരു തീയാണ്. അവയവങ്ങളിലൊരു ചെറുതായിട്ട് ആരും കാണാതെ മറച്ചു വെക്കത്തക്കവണ്ണം വായിക്ക് അകത്താണ് ഇരിക്കുന്നത്. പക്ഷേ അത് ഒരു ലോകമാണ്, ദുഷ്ടതയുടെ ലോകം തന്നെയാണ്. ശരീരത്തെ മുഴുവനും ചുട്ടു പഴിപ്പിക്കാൻ ഈ ഒരു നാവിന് കഴിയും. ശരീരത്തിലെ ഒരവയവത്തിൽ നിന്ന് ശരീരത്തെ മുഴുവൻ മലിനമാക്കാൻ കഴിയുന്നത് പോലെ സഭാ ശരീരത്തിലെ അവയവങ്ങളാകുന്ന നമ്മിൽ ഒരു വ്യക്തി ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം സഭാഗാത്രത്തെ ആകമാനം ബാധിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ സഭയെന്ന് പറയുന്നത് നാം വിശ്വാസികളായ നാം എല്ലാവരും ചേർന്നിരിക്കുന്ന ഒരു ശരീരമാണ്. ഓരോരുത്തരും ആ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. തല എന്ന് പറയുന്ന ക്രിസ്തു ആകണം. ക്രിസ്തുവാകുന്ന തലയോട് ചേർന്ന് നിൽക്കുന്നെങ്കിൽ മാത്രമേ സഭ എന്ന് വിളിക്കപ്പെടാൻ സാധ്യതയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു തലയായി ഇരിക്കാത്ത ഒരു കൂട്ടായ്മയും സഭയല്ല. വേറെ ചില വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുത്തൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ സഭയാകുന്നില്ല. തല ക്രിസ്തു തന്നെയായിരിക്കണം. ഇവിടെ നമ്മൾ പറയാൻ വരുന്നത് ആ ശരീരത്തിൻ്റെ ഒരു അവയവമാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ് അത് സഭയെ മുഴുവൻ ബാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദാവീദ് സങ്കീർത്തനത്തിൽ കൂടെ ഈ ശത്രുക്കളെക്കുറിച്ച് ഒരു വാചകം പറഞ്ഞിരിക്കുന്നു. സങ്കീർത്തനം 5:9. അവരുടെ അധരങ്ങളിൽ സത്യമില്ല, അവരുടെ ഹൃദയം നാശകൂപമാണ്, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്, അവരുടെ നാവിൽ മുഖസ്തുതി മുറ്റി നിൽക്കുന്നു. ഒന്നാമത്തെ കാര്യം, സത്യമില്ല. നാക്കങ്ങോട്ട് തുറന്ന് എന്തെങ്കിലും സംസാരിച്ചാൽ സത്യം അറിയത്തില്ല, അസത്യമേ പറയുള്ളൂ. പിശാചിൻ്റെ സന്താനങ്ങളുടെ ലക്ഷണമാണ് അതെന്ന് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഹൃദയം നാശകൂപമാണ്, അവരുടെ തൊണ്ടയോ തുറന്ന ശവക്കുഴിയാണ്. ശവക്കുഴിയെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഒരു ശവക്കുഴി അത് തുറന്ന് കിടക്കുക, അതാണ് എൻ്റെ പ്രത്യേകത. അവരുടെ തൊണ്ട എന്ന് പറയുന്നത് തുറന്ന ഒരു ശവക്കുഴിയാണ്. അവരുടെ നാവിൽ മുഖസ്തുതി മുറ്റി നിൽക്കുന്നു. ആരെ കണ്ടാലും ഒരു മുഖസ്തുതിയൊക്കെ പറഞ്ഞ് അവരെ അങ്ങ് പുകഴ്ത്തി പറഞ്ഞ് അങ്ങനെ ഒരു രീതിയും ഇവർക്കുണ്ട് എന്ന് നമുക്കറിയാം. നമ്മളെ വാക്കുകളെ എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ വാക്കുകൾ മുറിവിനെ ഉണക്കുന്നതായിരിക്കണം. സുഭാഷിതങ്ങൾ 12:18 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: തുളച്ച് കയറുന്ന വാള് പോലെ വീണ്ടും വിചാരമില്ലാത്ത വാക്കുകൾ പ്രയോഗിക്കുന്നവരുണ്ട്, വിവേകിയുടെ വാക്കുകൾ മുറിവ് ഉണക്കുന്നു. ചിലർ സംസാരിക്കുമ്പോൾ അവർക്കൊരു വീണ്ടും വിചാരമില്ല. നമ്മൾ പറഞ്ഞ വാക്ക് പറഞ്ഞത് തന്നെയാണ്, പിന്നെ അത് തിരിച്ചെടുക്കാൻ ഒക്കത്തില്ല. ഞാൻ പറഞ്ഞത് ആ അർത്ഥത്തിലല്ലായിരുന്നു, ആ സന്ദർഭം അതല്ലായിരുന്നു എന്നൊക്കെ പിന്നെ വ്യാഖ്യാനിച്ചൊക്കെ ചിലർ പറയും. പക്ഷേ വീണ്ടും വിചാരമില്ലാത്ത വാക്കുകൾ പ്രയോഗിക്കാൻ പാടില്ല. കാര്യം തിരിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ. എന്തെല്ലാം മുറിവുകളാണ് അതുണ്ടാക്കുന്നത്. വ്യക്തികൾ പരസ്പരം ശത്രുക്കളായിത്തീരുന്ന അനുഭവങ്ങളൊക്കെയും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ വിവേകിയുടെ വാക്കുകൾ മുറിവ് ഉണക്കുന്നതായിരിക്കും. മുറിവ്, രണ്ടുപേര് തമ്മിലുള്ള അകൽച്ച, അതൊരു മുറിവാണ്. അതിനെ ഉണക്കി പരസ്പരം ഐക്യപ്പെടുത്താൻ വിവേകിയുടെ വാക്കുകൾക്ക് സാധിക്കും. നമ്മുടെ ഹൃദയമെന്ന് പറയുന്നത് നന്മയുടെ ഭണ്ഡാരമായിരിക്കണം. നമ്മുടെ കർത്താവ് ഇങ്ങനെ ഒരു വാചകം പഠിപ്പിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 34-35 വാക്യങ്ങളിൽ: അണലി സന്തതികളെ, ദുഷ്ടരായിരിക്കെ നല്ല കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്.
നല്ല മനുഷ്യൻ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു, ദുഷ്ടനാകട്ടെ തിന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾ അണലികളുടെ സന്താനങ്ങളാണ്. അണലി എന്ന് പറയുന്നത് സർപ്പത്തെക്കുറിച്ച്, അതായത് ഏദൻ തോട്ടത്തിൽ കയറി വന്ന ആ സർപ്പത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ സാത്താനെക്കുറിച്ച് പറയുന്നതാണ്. നിങ്ങൾ സാത്താൻ്റെ പിശാചിൻ്റെ സന്തതികളാണ്. അങ്ങനെ നിങ്ങൾ ദുഷ്ടരാണ് എങ്കിൽ പിന്നെ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറയാൻ എങ്ങനെ സാധിക്കും? അണലി സന്തതികൾക്ക് നല്ല കാര്യങ്ങൾ പറയുവാനായിട്ട് സാധിക്കത്തില്ല. വേറൊരു വലിയ തത്വം യേശു കർത്താവ് നമ്മളോട് പറഞ്ഞു തന്നു. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അതരം സംസാരിക്കുന്നത്. നമ്മുടെ വാക്കുകൾ ഇങ്ങനെ ഓരോന്ന് പറയുമല്ലോ, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അതരം സംസാരിക്കുന്നത്. അതരം എന്തെങ്കിലും പറയുകയല്ല, ഹൃദയമാണ് അതിൻ്റെ ആൾ. ആ ഹൃദയം നിറഞ്ഞങ്ങ് വരുമ്പോൾ, നിറഞ്ഞങ്ങോട്ട് കവിയുമ്പോൾ വായി കുടുങ്ങി വരും. അപ്പോൾ എന്താണ് അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് എന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാകും. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അതരം സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. അപ്പം നന്മ പുറപ്പെട്ടു വരുന്ന വാക്കുകളാണെങ്കിൽ നമുക്ക് മനസ്സിലാകും അവൻ നല്ല മനുഷ്യനാണ്. ദുഷ്ടനാകട്ടെ തിന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. അവൻ്റെ ഹൃദയം തിന്മ നിറഞ്ഞതാണ്. അത് നിറഞ്ഞു കഴിയുമ്പോൾ തിന്മ മാത്രം പുറത്തോട്ട് വരും. അപ്പോൾ നല്ലവരെയും ദുഷ്ടരെയും ഒക്കെ ഈ സംസാരത്തിൽ നിന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. കർത്താവ് ഈ പിശാചിൻ്റെ സന്തതികളെ നോക്കിയ ആണല്ലോ സന്തതികളെ എന്ന് വിളിക്കുന്നത്. പിശാചിൻ്റെ രൂപത്തിലാണല്ലോ ഹവ്വായുടെ അടുത്തേക്ക്, പിശാച് സർപ്പത്തിൻ്റെ രൂപത്തിലാണല്ലോ ഹവ്വായുടെ അടുത്തേക്ക് വന്നത്. അപ്പോൾ നമ്മൾ പിശാചിൻ്റെ സന്തതികളായിരിക്കാൻ പാടില്ല. നമ്മളതെല്ലാം കളഞ്ഞ് നവീകരിക്കപ്പെട്ട് ദൈവത്തിൻ്റെ മക്കൾ ആകേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ തിന്മ നിറയ്ക്കാതെ നന്മ നിറയ്ക്കണം. എന്താണെങ്കിലും നിറഞ്ഞു കഴിഞ്ഞാൽ അത് കവിഞ്ഞൊഴുകും. നന്മ കവിഞ്ഞ് ഒഴുകണമെന്നുണ്ടെങ്കിൽ നന്മ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കണം. ഒരാളുടെ സംസാരത്തിൽ നിന്ന് ആ വ്യക്തി നല്ലവനാണോ ദുഷ്ടനാണോ എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. 5 മിനിറ്റ് ഒരു ആളിനോട് നമ്മൾ സംസാരിച്ചാൽ അവനെക്കുറിച്ചുള്ള വലിയ ചിത്രം നമുക്ക് കിട്ടും. ചിലർക്കാണെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ച് അപവാദം പറയാനാണ് താല്പര്യം. മറ്റുള്ളവരെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ അപവാദങ്ങൾ അങ്ങ് പറയും. ഒരാളെക്കുറിച്ച് പറയാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നല്ല കാര്യങ്ങളുണ്ടാകും, തെറ്റായ കാര്യങ്ങളുണ്ടാകും. പക്ഷെ നല്ല കാര്യങ്ങൾ പറയാനല്ല ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. പിന്നെയോ അവനെക്കുറിച്ചുള്ള അപവാദങ്ങൾ, തെറ്റായ കാര്യങ്ങൾ പറയാനാണ് ആൾക്കാർക്ക് താല്പര്യം. യഹൂദ സമുദായത്തെക്കുറിച്ച് ജെറമിയ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. ജെറമിയ 9:3 വില്ലുപോലെ അവരുടെ നാവ് വളയുന്നു. വില്ലുപോലെ വളയുന്നതാണ് യഹൂദരുടെ ആ നാവ്. സത്യമല്ല, കാപട്യമാണ് ദേശത്ത് ശക്തിപ്പെടുന്നത്. തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് അവർ നീങ്ങുന്നു. അവർ എന്നെ അറിയുന്നില്ല, കർത്താവ് അരുളി ചെയ്യുന്നു. തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് നീങ്ങുകയായി ജനം. കർത്താവ് പറയാണ്, അവർ എന്നെ അറിയുന്നില്ല. ദൈവത്തെ അറിയാത്ത ഒരു ജനമാണ്. തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. അവർക്ക് അങ്ങനെ നീങ്ങാനേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ഈ അവസ്ഥയെക്കുറിച്ച് റോമാലേഖനത്തിൽ പൗലോസ് എഴുതുന്ന 1-ാം-അധ്യായം-30-ാം-വാക്യത്തിൽ അവർ പരദൂഷകരും ദൈവനിന്ദകരും ധിക്കാരികളും ഗർവിഷ്ഠരും പൊങ്ങച്ചക്കാരും തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും ആയിത്തീർന്നു. ഇങ്ങനെ മനുഷ്യൻ. നമ്മൾ സംസാരിക്കുമ്പോഴേ വ്യർത്ഥമായിട്ടങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കരുത്. വ്യർത്ഥ ഭാഷണം അരുത്. സുഭാഷിതങ്ങൾ 10:19 പറയുന്നു,
വാക്കുകൾ ഏറുമ്പോൾ തെറ്റ് വർദ്ധിക്കുന്നു. വാക്കുകളെ നിയന്ത്രിക്കുന്നവന് വീണ്ടും വിചാരമുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. നിയന്ത്രിച്ച് വേണം പറയാൻ. വാക്കുകൾ ഏറുമ്പോൾ തെറ്റ് വർദ്ധിക്കും. വാക്കുകളെ നിയന്ത്രിക്കുന്നവന് വീണ്ടും വിചാരമുണ്ട്. നമുക്കറിയാമല്ലോ, കൊച്ചുകുട്ടികൾ എന്തെങ്കിലും ഒരു പാസേജ്, ഒരു ഖണ്ഡിക എഴുതാൻ പറയുമ്പോൾ അവരെഴുതി കഴിയുമ്പോൾ ചിലർ ഒത്തിരി കാര്യങ്ങൾ എഴുതും. ചിലർ കുറച്ച് എഴുതാൻ അറിയത്തില്ലായിരിക്കും, 2-3 സെൻറ്റൻസ് എഴുതും. ചിലർ ഒത്തിരി എഴുതും. ഒത്തിരി എഴുതുന്നവർക്ക് അവർക്ക് ആ അറിവും ആ വിഷയത്തെക്കുറിച്ചുള്ള ജ്ഞാനമൊക്കെ ഉണ്ട്. പക്ഷേ ഒത്തിരി എഴുതി കഴിയുമ്പോൾ അക്ഷരത്തെറ്റ് കൂടി നിൽക്കും. അത്ര എഴുതുന്നവർക്ക് ചിലപ്പോൾ ഒരു 10 അക്ഷരത്തെറ്റ് വന്നെന്നിരിക്കും. 2 സെൻറ്റൻസ് എഴുതിയവർക്ക് ഒരു തെറ്റേ കാണുമുള്ളായിരിക്കും. അതുകൊണ്ട് എഴുതണ്ടെന്നല്ല. അപ്പോൾ വാക്കുകൾ ഏറുമ്പോൾ, സംസാരിക്കുമ്പോഴും വാക്കുകൾ ഏറുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? തെറ്റുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. കള്ളത്തരമായിട്ട് ഭാവനയിലുള്ളത് ഒത്തിരി കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തങ്ങ് പറയും. മറ്റുള്ളവരെക്കുറിച്ച് അപവാദം പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും. വാക്കുകളേറുമ്പോൾ തെറ്റ് വർദ്ധിക്കുന്നു. വാക്കുകളെ നിയന്ത്രിക്കുന്നവന് വീണ്ടും വിചാരമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. നിയന്ത്രിച്ച് വേണം പറയാൻ. അല്ല, മനസ്സിൽ വരുന്ന എല്ലാം അങ്ങ് പറഞ്ഞു കളയരുത്. വീണ്ടും വിചാരമുള്ളവരെ വാക്കുകളെ നിയന്ത്രിക്കും. സുഭാഷിതങ്ങൾ 14:21 പറയുന്നു, അധ്വാനം ഏതും ലാഭകരമാണ്, അലസഭാഷണം ദാരിദ്ര്യത്തിന് വഴിതെളിക്കുകയുള്ളൂ. അധ്വാനിക്കണ്ടെന്നല്ല പറയുന്നത്, അധ്വാനിക്കണമെന്നാണ് ബൈബിൾ പറയുന്നത്. അത് ലാഭകരവുമാണ്. മറ്റുള്ളവർക്ക് ദാനം ചെയ്യാനും മറ്റുള്ളവർക്ക് സംഭാവനകൾ നൽകാനും വേണ്ടി അധ്വാനിക്കണമെന്ന് പല അപ്പോസ്തലന്മാരും പഠിപ്പിക്കുന്നുമുണ്ട്. അലസഭാഷണം ദാരിദ്ര്യത്തിന് വഴി തെളിയിക്കും. ഒത്തിരി വാചകം അടിക്കുന്നവരുണ്ട്, ജോലിയും ചെയ്യത്തില്ല. അതല്ല മനുഷ്യൻ ചെയ്യേണ്ടത്. സഭാപ്രസംഗി 5:3 പറയുന്നു, ആകുലതയേറുമ്പോൾ ദുസ്വപ്നങ്ങൾ കൂടും, വാക്കുകളേറുമ്പോൾ അത് മൂഢജൽപ്പനമാകും. ചിലർ വിചാരിക്കും ഒത്തിരി ദുസ്വപ്നങ്ങൾ ഇന്ന് കണ്ടല്ലോ. അതിൻ്റെ സൈക്കോളജി അവിടെ നമുക്ക് വചനത്തിൽ കൂടെ കിട്ടുന്നത്. ആകുലത ഏറുമ്പോൾ ദുസ്വപ്നങ്ങൾ കൂടും. ആകുലപ്പെടണ്ട. കർത്താവ് പറഞ്ഞല്ലോ, ആകുലപ്പെടുവേ വേണ്ട. നാളത്തെക്കുറിച്ച് എന്തിനാ ഇന്നേ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? വല്ല പ്രയോജനമുണ്ടോ? ആകുലത ഏറുമ്പോൾ ദുസ്വപ്നങ്ങൾ കൂടും. അതുപോലെ വാക്കുകൾ ഏറുമ്പോൾ അത് മൂഢജൽപ്പനമായി മാറും. നിയന്ത്രിച്ച് ആലോചിച്ച് പറഞ്ഞാൽ മതി. ഒരു നല്ല പ്രസംഗം നടത്തുവാന്നേലും, ഒരാളുടെ ഒരു കാര്യം അറിയുവാന്നേലും, ഒരു എഴുത്തെഴുതുവാന്നേലും നമ്മളെ വാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പറയാൻ പാടില്ലാത്ത വാക്കുകളൊന്നും എൻ്റെ അകത്ത് കയറരുത്. പറയേണ്ട വാക്കുകൾ പറയുകയും വേണം. അത് നേരത്തെ തന്നെ തയ്യാറാക്കിയിരിക്കണം. നല്ല വാക്കുകൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പറയുവാണെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ ആയിരിക്കണം നമ്മുടെ വാക്കുകൾ. നാം നമ്മുടെ നാവ് അടക്കണം. യാക്കോബ് അപ്പോസ്തലൻ്റെ ലേഖനം 1:26, താൻ ദൈവഭക്തനാണെന്ന് വിചാരിക്കുകയും തൻ്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. ഒരാൾ ഞാൻ ദൈവഭക്തനാണെന്നങ്ങ് വിചാരിക്കുകയാണ്, പക്ഷേ നാവിനെ ഒന്ന് നിയന്ത്രിച്ച് ഹൃദയത്തെ വഞ്ചിക്കാതൊക്കെ അങ്ങനെ ഇരിക്കണം. അങ്ങനെ ഇരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ്റെ ഭക്തി വ്യർത്ഥമാണ് എന്ന് മനസ്സിലാക്കണം. 1 പത്രോസ് 3:10 പത്രോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നു, ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ ആദരത്തെയും നിയന്ത്രിക്കട്ടെ. ജീവിതത്തെ സ്നേഹിക്കുന്നുണ്ടോ? നല്ല ദിവസം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ചെയ്യേണ്ട കാര്യം ഇതാണ്, തിന്മയിൽ നിന്ന് നാവിനെ ഒന്ന് നിയന്ത്രിച്ചോണം. വ്യാജം പറയരുത്. അതിൽ നിന്ന് അധരത്തെ ഒന്ന് നിയന്ത്രിച്ചോണം. എന്താണ് നീതിയുടെ മാനദണ്ഡം? പലരെയും നമ്മൾ നീതിമാനെന്നൊക്കെ ബൈബിളിലും പറയും. നമ്മൾ ചിലരെ പറയും നല്ല നീതിമാനാണല്ലോ എന്ന് പറയും. എന്താണ് ആ നീതിയെ അളക്കുന്ന മാനദണ്ഡം? ദാവീദ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, സങ്കീർത്തനം 15:3, പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയും ചെയ്യാത്തവൻ, അവനാണ് നീതിമാൻ.
സാധാരണ അർത്ഥത്തിലാണ്. നീതീകരിക്കുക എന്നൊക്കെയുള്ള പുതിയ നിയമത്തിൽ വേറെ പ്രത്യേക അർത്ഥമുണ്ട്. ഇവിടെ സാധാരണ അർത്ഥത്തിലാണ് പറയുന്നത്. ആരാണ് നീതിമാൻ? പരദൂഷണം പറയാൻ പാടില്ല, സ്നേഹിതനെ ദ്രോഹിക്കാൻ പാടില്ല, അയൽക്കാരനെതിരെ അപവാദം പരത്താനും പാടില്ല. അവനാണ് നീതിമാൻ എന്ന് ദാവീദ് ഈ നീതിമാനെ നിർവചിച്ചിരിക്കുന്നു. ഇനി നമ്മളെ എന്തൊക്കെയാണ് സംസാരിക്കേണ്ടത്? നല്ല കാര്യങ്ങൾ സംസാരിക്കണം. അതും നല്ല കാര്യങ്ങൾ സന്ദർഭം അനുസരിച്ച് സംസാരിക്കണം. ചിലത് നല്ല കാര്യമായിരിക്കും, പക്ഷേ ആ പറയേണ്ട സമയത്തല്ലത് പറയുന്നത്. ഓരോന്നിനും പറയേണ്ട ചില സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളിൽ അത് പറയണം. ആ സന്ദർഭങ്ങൾ പറയുക തന്നെ വേണം, പറയാതിരിക്കരുത്. പറയേണ്ട സന്ദർഭത്തിൽ പറയേണ്ടതുപോലെ പറയണം. പറയേണ്ട കാര്യം പറയാതിരിക്കുന്നത് ഒരു തെറ്റാണ്. അത് കൃത്യമായ സമയത്ത് അതിൻ്റെ സന്ദർഭമനുസരിച്ച് പറയേണ്ടതുപോലെ പറയണം. ഇവിടെ എടുത്തു പറഞ്ഞത് നല്ല കാര്യങ്ങളായിരിക്കും പറയേണ്ടത്. നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് പറയണം. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ചിന്തയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഒന്ന്, വാക്കുകൾ ആത്മാർത്ഥതയുള്ളതായിരിക്കണം. അല്ലാതെ എന്തെങ്കിലും പറയുകയല്ലല്ലോ, ആത്മാർത്ഥതയുള്ള വാക്കുകളായിരിക്കണം. ജോബിൻ്റെ പുസ്തകത്തിലെ 6-ാം അധ്യായം 25-ാം വാക്യം പറയുന്നു, ആത്മാർത്ഥമായ വാക്കുകൾ സ്വീകാര്യമാണ്, എന്നാൽ നിങ്ങളുടെ ശാസനയ്ക്ക് അടിസ്ഥാനമെന്ത്? സ്നേഹിതരെന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് ജോബ് അങ്ങോട്ട് ചോദിക്കുകയാണ്. ആത്മാർത്ഥമായി പറയുന്ന കാര്യങ്ങൾ സ്വീകാര്യമാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ ഈ ശാസനയ്ക്ക് എന്താണ് അടിസ്ഥാനം എന്നാണ് ജോബ് ചോദിക്കുന്നത്. സുഭാഷിതങ്ങൾ 15:23, ഉചിതമായ മറുപടി പറയുക ഒരുവന് ആഹ്ലാദകരമത്രേ. സന്ദർഭോചിതമായ വാക്ക് എത്ര നന്ന്. സന്ദർഭത്തിനനുസരിച്ച് പറയണം, പറയേണ്ടതുപോലെ പറയണം, മാറി നിന്ന് കളയരുത്. വേറൊരു സംഗതി അറിഞ്ഞിരിക്കേണ്ടത്, വാക്കുകൾ ഇമ്പമുള്ളതായിരിക്കണം. സുഭാഷിതങ്ങൾ 16:24, ഹൃദ്യമായ വാക്ക് തേനറ പോലെയാണ്, അത് ആത്മാവിന് മധുരവും ശരീരത്തിന് ആരോഗ്യപ്രദവുമാണ്. ഹൃദ്യമായ വാക്കായിരിക്കണം, അത് തേനറ പോലെയാണ്. ആത്മാവിനത് മധുരം തരും, ശരീരത്തിന് ആരോഗ്യം തരും. സുഭാഷിതങ്ങൾ പറഞ്ഞിരിക്കുകയാണ്, വാക്ക് ഹൃദ്യമായിരിക്കണം, ഹൃദയത്തിൽ വേദനിപ്പിക്കുന്നതായിരിക്കരുത്, അതിലോട്ട് അനുഗ്രഹപ്രദമായിട്ട് സന്തോഷപ്രദമായിട്ട് കയറുന്ന വാക്കുകളായിരിക്കണം. അത് തേനറ പോലെയാണ്, അത് ശരീരത്തിനും ആത്മാവിനും പ്രദാനം ചെയ്യും. അത് ആത്മാവിന് മധുരമാണ്. അപ്പം നമ്മുടെ വാക്കുകൾ എന്തെങ്കിലും പറഞ്ഞാൽ പോരാ. നമുക്കൊത്തിരി കാര്യങ്ങൾ രാഷ്ട്രീയമോ സാമുദായികമോ സാമൂഹികമോ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളോ ഒക്കെ പറയണം, ചിലതൊക്കെ പറയണം, എല്ലാം ക്രമീകരിച്ച് പറഞ്ഞോണം. പക്ഷെങ്കിൽ ആത്മാവിന് മധുരമുള്ള കാര്യങ്ങൾ പറയാൻ നാം ശ്രദ്ധിക്കണം. അത് തേനറ പോലെയാണ്. ആത്മീയ കാര്യങ്ങളിൽ സംസാരിക്കണം, മറ്റുള്ളവർക്കത് പ്രയോജനം ചെയ്യണം, അത് മധുരമായിരിക്കണം, അങ്ങനെ പറയണം. ശരീരത്തിനോ അത് ആരോഗ്യപ്രദമാണ്. നല്ല വാക്കുകൾ കേൾക്കാൻ സാധിക്കുന്നത് ശരീരത്തിനും നല്ലതാണെന്ന് ഓർത്തോണം. ദുഃഖകരമായ വാക്കുകൾ കേൾക്കുമ്പോഴാണല്ലോ സങ്കടമുണ്ടാകുന്നത്. ആത്മാവിന് മധുരമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ് എന്ന് ഓർക്കണം. ശരീരവും ആരോഗ്യപ്രദമായിരിക്കണം, ആത്മാവും ആരോഗ്യപ്രദമായിരിക്കണം, നല്ല വാക്കുകൾ വേണം. മൂന്നാമത് ശ്രദ്ധിച്ച കാര്യം, വാക്കുകൾ സന്ദർഭോചിതമായിരിക്കണം. സുഭാഷിതങ്ങൾ 25:11, ഉചിതമായ വാക്ക് വെള്ളിത്തകിടിൽ പതിച്ചു വെച്ച സ്വർണ്ണ നിർമ്മിതമായ ആപ്പിൾ പഴം പോലെയാണ്. ആപ്പിൾ പഴം കാണാനും നല്ലത്, ഭക്ഷിക്കാനും നല്ലതാണ്. അങ്ങനെ ആപ്പിൾ പഴം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എവിടെ? സ്വർണ്ണ നിർമ്മിതമായ ആപ്പിൾ പഴം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എവിടാണ്? വെള്ളിത്തകിടിൽ. വെള്ളിത്തകിട്
സ്വർണം കൊണ്ട് ആപ്പിൾ പഴം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എത്ര മനോഹരമായിരിക്കുന്നു. ഇതുപോലാണ് ഉചിതമായ വാക്ക്. സുഭാഷിതങ്ങൾ പറഞ്ഞിരിക്കുകയാണ്, പ്രോവർബ്സ്. ഉചിതമായ വാക്ക് വെള്ളിത്തകടിൽ പതിച്ചു വെച്ച സ്വർണ്ണനിർമ്മിതമായ ആപ്പിൾ പഴം പോലെയാണ്. അത് കാണാൻ പഠിക്കാറുള്ളൊരു വാക്യമാണ് സുഭാഷിതങ്ങൾ 25:11. സഭാപ്രസംഗി 9:17 പറയുന്നു, മൂഢന്മാരെ ഭരിക്കുന്ന രാജാവിൻ്റെ ആക്രോശത്തേക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനിയുടെ ശാന്തമായ വാക്കുകൾ. വാക്കുകൾ ശാന്തമായിട്ടായിരിക്കണം. ജ്ഞാനി അങ്ങനെയാണ് സംസാരിക്കുക. അവൻ ശാന്തമായിട്ട് സംസാരിക്കും. എന്നാൽ ചില രാജാക്കന്മാർ ആക്രോശിക്കും. വലിയ ശ്രേഷ്ഠതയൊന്നും അതിലില്ല. ജ്ഞാനിയുടെ ശാന്തമായ വാക്കുകളാണ് അതിനെക്കാട്ടിൽ ശ്രേഷ്ഠം. നാലാമത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, വാക്കുകൾ ലാവണ്യമുള്ളതായിരിക്കണം. ഏതെങ്കിലും വാക്കല്ല, ലാവണ്യമുള്ള വാക്കുകൾ. സഭാപ്രസംഗി 10:12 പറയുന്നു, ജ്ഞാനിയുടെ വചനം പ്രസാദകരമാണ്, ഭോഷൻ്റെ അധരം അവനെ തന്നെ ഗ്രസിക്കുന്നു. ഈ വാക്കുകൾക്കൊരു പ്രത്യേകത, അത് ഇടയൻ്റെ വടി പോലെയാണ്. വാക്കുകൾ ഇടയൻ്റെ വടി പോലെയാണ്. ആട്ടിടയൻ്റെ കാര്യമാണ്. ആടിനെ തീറ്റുമ്പോൾ ഒരു വടി ഉപയോഗിക്കുന്നല്ലോ, അതാണ് ഇടയൻ്റെ വടി എന്ന് പറഞ്ഞത്. സഭാപ്രസംഗി 12:11, ജ്ഞാനിയുടെ വാക്കുകൾ ഇടയൻ്റെ വടി പോലെയാണ്, ഇടയൻ്റെ സമാഹരിക്കപ്പെട്ട സൂക്തങ്ങൾ തറഞ്ഞു കയറിയ ആണി പോലെയാണ്. വേറൊന്ന് ശ്രദ്ധിക്കേണ്ടത്, വാക്കുകൾ ആശ്വസിപ്പിക്കുന്നവയായിരിക്കണം. യെശയ്യാ 50:4 പറയുന്നു, പരിക്ഷീണനെ ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു. പ്രഭാതം തോറും അവിടുന്ന് എൻ്റെ കാതുകളെ ശിഷ്യനെ എന്ന പോലെ ഉണർത്തുന്നു. നമ്മുടെ വാക്ക് ആശ്വാസദായകമായിരിക്കണം. നമുക്കും കർത്താവ് ആശ്വാസം തരുന്നെന്ന് അവിടെ പറഞ്ഞത്. അത് പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്കാണ്. കർത്താവിനെ പഠിപ്പിക്കുന്നു, ഓരോ ദിവസവും രാവിലെ എൻ്റെ കാതുകളിലേക്ക് ഈ ആശ്വാസവാക്കുകൾ തരും. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ്. പ്രഭാതം തോറും അവിടുന്ന് എൻ്റെ കാതുകളെ ശിഷ്യനെ എന്ന പോലെ ഉണർത്തും. ആശ്വാസപ്രദമായ വാക്കുകൾ എനിക്കും തരും, മറ്റുള്ളവരുടെ പറയേണ്ട വാക്കുകളും എനിക്ക് തരും. ഏഴാമത് അറിഞ്ഞിരിക്കേണ്ടത്, വാക്കുകൾ ദയ ഉള്ളതായിരിക്കണം. 2 ദിനവൃത്താന്തം 10:7 പറയുന്നു, അവർ പറഞ്ഞു, അങ്ങ് ഈ ജനത്തോട് നല്ല വാക്ക് പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കുകയും അവരോട് ദയ കാണിക്കുകയും ചെയ്താൽ അവർ എന്നും അങ്ങയുടെ ദാസന്മാരായിരിക്കും. ദയോടുകൂടി നമ്മളും സംസാരിക്കണമെന്നായി പറഞ്ഞതിൻ്റെ ചുരുക്കം. നമ്മുടെ വേലക്കാരായിരിക്കാം, നമ്മുടെ കൂട്ടുകാരായിരിക്കാം, നമ്മളോട് സംസാരിക്കാൻ വരുന്നവരായിരിക്കാം, ദയാപൂർവം സംസാരിക്കണം. ഇനി നമ്മൾ സംഭാഷണത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് നമ്മുടെ സംഭാഷണം ആത്മീയ സംഭാഷണമായിരിക്കണം. അല്ലെങ്കിൽ അതിന് സമയമെങ്കിലും കണ്ടുപിടിക്കണം. അങ്ങനെ ആത്മീയ സംഭാഷണം നടത്തിയാൽ അത് ആത്മീയ ചൈതന്യം മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യും. നമ്മൾ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും അങ്ങ് പറയുകയല്ല, മറ്റുള്ളവർക്ക് ആത്മീയ ചൈതന്യം വരുന്ന കാര്യങ്ങൾ പറയണമെന്നാണ് നമ്മൾ ഇന്നത്തെ വാചകത്തിൽ തന്നെ നമ്മൾ പറയുന്നത്. അപ്പോൾ ആത്മീയ സംഭാഷണമാണ് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ആത്മീയ സംഭാഷണവും നടത്തണം. 1, ആത്മീയ അനുദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, സംഭാഷണ വാക്കുകൾ. നിയമാവർത്തനം 6:6-7 വാക്യങ്ങൾ പറയുന്നു, ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചാണ് പഴയ നിയമത്തിൽ എഴുതിയിരിക്കുകയാണ്. നിയമാവർത്തനത്തിൽ ഞാൻ കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ, വചനങ്ങൾ 10 കൽപ്പന മാത്രമല്ല, എല്ലാ വചനവും. എന്നാൽ 10 കൽപ്പനയെക്കുറിച്ച് പ്രത്യേകം ചിന്തിച്ചോണം. അത് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം.
ഇനി നിങ്ങളെന്ത് ചെയ്യണം? ജാഗരൂകതയോടെ അത് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. സൺഡേ സ്കൂളിന് വിടും, അതുകൊണ്ട് മതിയൊന്നും വെച്ച് കളയരുത്. ഈ കൽപ്പനകളും എല്ലാം, ദൈവത്തിൻ്റെ വചനങ്ങളെല്ലാം ജാഗ്രതയോടെ മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കണം. സമയമില്ലെന്നൊന്നും പറയണ്ട, കാരണം കുറച്ച് സമയം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വീട്ടിലായിരിക്കുമ്പോൾ, സ്കൂളിൽ നിന്ന് വരുമല്ലോ, വീട്ടിലായിരിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, യാത്ര ചെയ്ത് പലയിടത്തും നമ്മൾ പോകുന്നുണ്ട്, തമാശയൊക്കെ പറഞ്ഞുകൊണ്ട് പോകും, അല്ല, ഇതുകൊണ്ട് പറയണം. യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി നമ്മൾ സംസാരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും. നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കുറഞ്ഞത് 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന ഒരു രീതിയാണെങ്കിൽ, ഒന്ന് കിടക്കുമ്പോൾ അല്ലെങ്കിൽ സന്ധ്യയ്ക്ക്, മറ്റേ എഴുന്നേൽക്കുമ്പോൾ. അത് നമ്മൾ ചെയ്യുന്ന ഒരു പതിവ് നമ്മുടെ ഇടയിലുണ്ട്, ഏതായാലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ വചനങ്ങളെക്കുറിച്ച് ഈ സമയത്ത് പറയണമെന്നാണ്. കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ദൈവത്തിൻ്റെ വചനങ്ങൾ പറയണം. ആര്? മാതാപിതാക്കന്മാർ മക്കളോട് പറയണം. അത് ശ്രദ്ധിച്ചോണം. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥന പാട്ട് പാടുന്നു, വേദപുസ്തകം വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നല്ലതാണ്, അങ്ങനെ ചെയ്യണം. ഈ വായിച്ച ദൈവവചനങ്ങളെ ഒന്ന് വ്യാഖ്യാനിച്ച്, തെറ്റുകൂടാതെ വ്യാഖ്യാനിച്ച് മക്കളോട് ഒന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന എല്ലാവരും ഉണ്ടല്ലോ, അവരോടൊന്ന് പറഞ്ഞ് കൊടുക്കേണ്ട ചുമതല മാതാപിതാക്കന്മാരുടേതാണെന്ന് അവിടെ കാണുന്നത്. അതുപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പിള്ളേർ പലതീച്ചങ്ങ് സ്കൂളിൽ പോകാനുള്ള ധൃതിയല്ല, ആയിക്കോട്ടെ, പക്ഷെങ്കിൽ ആ സമയത്ത് അവർ പ്രാർത്ഥിച്ചിട്ട് വേണം എഴുന്നേൽക്കുവാൻ. അതിനോട് ചേർന്ന് ദൈവത്തിൻ്റെ വചനങ്ങൾ അവർ ഗ്രഹിക്കണം, അത് പറഞ്ഞു കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇനി അതിനൊന്നും സമയമില്ലെങ്കിൽ, തീരെ കുറഞ്ഞാലും നമ്മുടെ കയ്യിൽ ഈ വേദപുസ്തകം ഉണ്ടല്ലോ, ദൈവവചനമുണ്ടല്ലോ, ബൈബിളുണ്ടല്ലോ, ഒരു ചെറിയ പോർഷൻ എടുത്ത് ഒരു പാസേജ് വായിക്കുവാൻ കുട്ടികളോട് പറഞ്ഞു പഠിപ്പിക്കണം. അവരൊരു വചനം വായിക്കട്ടെ, അന്നത്തേക്കുടെ മനസ്സിൽ നിലനിൽക്കുവാൻ, ചിന്തിക്കുവാൻ, ധ്യാനിച്ചുകൊണ്ടിരിക്കുവാൻ അവരുടെ ഹൃദയത്തിൽ ഒരു വചനം വന്ന് വീഴട്ടെ, അത് പഠിപ്പിക്കണം. കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും, യാത്ര ചെയ്യുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും അവരോട് സംസാരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തെല്ലൊക്കെയാണ് പറയേണ്ടത്? രണ്ടാമത്തെ ചിന്ത, നമ്മൾ ദൈവിക കാര്യങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കണം. സങ്കീർത്തനം 145:11 പറയുന്നു, അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അവർ സംസാരിക്കും, അവിടുത്തെ ശക്തിയെ അവർ വർണ്ണിക്കും. സംഭവിക്കും എന്നാണ് ദാവീദ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മളത് പറയണം. ഏതായാലും ഒന്ന് രാജ്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച്, ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മളൊന്ന് പറയണം. സ്വർഗത്തിൽ പോകാനുള്ള ഒരു അഭിലാഷ, സ്വർഗരാജ്യം കരസ്ഥമാനുള്ള അഭിലാഷ മക്കൾക്കുണ്ടാകുന്നത് എങ്ങനെയാണ്? അവരോട് ഇത് പറഞ്ഞു കൊടുക്കണം. അവിടുത്തെ ശക്തിയെ നാം വർണ്ണിക്കണം. ദൈവത്തിൻ്റെ ശക്തി എത്രമാത്രം നമുക്ക് പറഞ്ഞു തീരാൻ ഒക്കത്തില്ലല്ലോ. നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്ന്, എല്ലാം തീർത്ത് തന്ന്, ചോദിക്കുന്ന എല്ലാം തന്ന്, നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്നവനാണ് നമ്മുടെ ദൈവം. അവന് എല്ലാം സാധ്യമാണ്. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ലല്ലോ. വചനം പറയുകയാണ്, ചോദിക്കുന്ന എല്ലാം കിട്ടും, കിട്ടാതെ വരത്തില്ല, കിട്ടും കിട്ടും കിട്ടും. അത്ര ശക്തനാണ് നമ്മുടെ ദൈവം. അവൻ നമ്മുടെ പിതാവാണ്. അവൻ്റെ ശക്തിയെ നമ്മൾ വർണ്ണിക്കണം. ശക്തിയെ വർണ്ണിക്കുന്ന ഒത്തിരി പാസേജസ് ഉണ്ട്, അതൊക്കെ വായിച്ചാലും നമ്മുടെ ചിന്തയിൽ അത് വരും. എങ്കിലും മാതാപിതാക്കന്മാരെ മക്കളോട് അതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണം. മൂന്നാമത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഒരു ഗ്രന്ഥം പ്രത്യേകമായിട്ട് എഴുതപ്പെടുന്നുണ്ട്. മലാക്കിയാണല്ലോ പഴയ നിയമത്തിലെ ഏറ്റവും അവസാനത്തെ പുസ്തകം. 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അന്ന് കർത്താവിനെ ഭയപ്പെട്ടിരുന്നവർ പരസ്പരം സംസാരിച്ചു. ആൾക്കാർ സംസാരിച്ചു. ആരാ? രാഷ്ട്രീയക്കാരുടെ കാര്യമല്ല. കർത്താവിനെ ഭയപ്പെട്ടിരുന്നവർ പരസ്പരം സംസാരിച്ചു. അവർ പറഞ്ഞത് കർത്താവ് ശ്രദ്ധിച്ച് കേട്ടു. എന്താണ് ഇവർ സംസാരിക്കുന്നത്? കർത്താവ് അത് കേട്ടു. കർത്താവിനെ ഭയപ്പെടുന്നവരാണ് പരസ്പരം സംസാരിച്ചത്. നമ്മുടെ കർത്താവ് അത് എന്താണ് അവർ പറയുന്നതെന്ന് ശ്രദ്ധിച്ച് കേട്ടു. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ഓർമ്മിക്കേണ്ടതിന് ഒരു ഗ്രന്ഥം അവിടുത്തെ മുമ്പിൽ എഴുതപ്പെട്ടു. ഇതാ കർത്താവിൻ്റെ മുമ്പിൽ ഒരു പുതിയ ഗ്രന്ഥം. അതിൽ ചില കാര്യങ്ങൾ എഴുതുകയാണ്. ആരുടെ പേരാണ് എഴുതിയിരിക്കുന്നത്? കർത്താവിനെ ഭയപ്പെടുകയും
അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരുടെ കാര്യം ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്. കർത്താവ് ഒരു പ്രത്യേക ഒരു ബുക്ക് അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അതിലെഴുതുകയാണ്. ആരൊക്കെയാണ് കർത്താവിനെ ഭയപ്പെടുന്നവർ? അവരെന്താണ് സംസാരിച്ചത്? അവർ കർത്താവിനെക്കുറിച്ച് ധ്യാനിച്ചല്ലോ. അവരുടെ കാര്യങ്ങളെല്ലാം ആ പുസ്തകത്തിൽ എഴുതി. മലാക്കി 3-ാം അധ്യായം 16-ാം വാക്യം. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക പുസ്തകമുണ്ട്. നമ്മൾ വേറെ ഒത്തിരി നീതിയുടെ മഹത്വത്തിൻ്റെ കിരീടം, ജീവൻ്റെ പുസ്തകം എന്നൊക്കെ പറഞ്ഞ ഒത്തിരി പുസ്തകങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇങ്ങനൊരു പുസ്തകം കൂടെ ഉണ്ടെന്ന് ഓർത്തോണം. കർത്താവിനെ ഭയപ്പെടുകയും അവൻ്റെ നാമത്തെ ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ഓർക്കേണ്ടതിന് കർത്താവിന് മുമ്പിലൊരു പുസ്തകം. മലാക്കി 3:16. അത് ഓർത്തിരിക്കണം. 3:16 ഓർക്കാൻ പ്രയാസമില്ല. യോഹന്നാൻ്റെ 3:16 വേദപുസ്തകത്തിൻ്റെ സംഗ്രഹമെന്ന് പറയുന്ന ആ വാക്യം. പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ചു, യേശുക്രിസ്തുവിനെ തരുവാൻ തക്കവണ്ണം അവൻ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടി തന്നെ. ഇപ്പോൾ 3:16 നമുക്ക് ഓർക്കാൻ എളുപ്പമുണ്ട്. മലാക്കി 3:16. പിന്നെ നമ്മൾ സംസാരിക്കേണ്ടത് ക്രിസ്തുവിനെ പറ്റി നാം സംഭാഷണം നടത്തണം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദിവസം 2 ശിഷ്യന്മാർ ജെറുസലേമിൽ നിന്ന് ഏകദേശം 60 സ്ഥാദിയോൺ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. 2 ശിഷ്യന്മാരാണ്. ലൂക്കോസ് 24:14 പറയുന്നു, ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ പരസ്പരം സംസാരിച്ചു കൊണ്ട് ഇരുന്നു. ഈ സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ മരണവും ഉയർത്തെഴുന്നേറ്റെന്നുള്ള വാർത്ത അവർ കേട്ടു. ആ കാര്യമെല്ലാമാണ് അവരത് പരസ്പരം സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. യേശു അവരുടെ അടുത്തേക്ക് എത്തി, അവരോടൊപ്പം യാത്ര ചെയ്തു. പക്ഷേ യേശു ആണെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല. അവർ സംഭാഷിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം യേശു അവരുമായിട്ട് സംസാരിക്കുന്നു. അവരറിയുന്നില്ല യേശു ആണെന്ന്. മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം യേശു അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഈ സംഭവത്തിന് ശേഷം അവർ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. സന്ധ്യയായി, ഇരുട്ടി തുടങ്ങി. ഈ സംഭവത്തിന് ശേഷം അവർ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് അവർക്ക് കൊടുത്തു, എല്ലാവരും ഭക്ഷിക്കാനായിട്ട് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ അവനെ മനസ്സിലാക്കി. യേശു ആണ്, ഇതാണ് യേശു എന്ന് അവർക്ക് മനസ്സിലായി എന്ന് ചുരുക്കം. പെട്ടെന്ന് ഈ സംഭാഷണം ആത്മീയ പ്രചോദനപരമായിരുന്നു. ലൂക്കോസ് 24:32 പറയുന്നു, അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചോണം. മോശ തുടങ്ങി യേശുവിൻ്റെ ഉത്ഥാനം വരെയുള്ള പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ള എല്ലാ വാക്യങ്ങളും പഴയ നിയമത്തിൽ നിന്നെടുത്ത് യേശു വ്യാഖ്യാനിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തു. ഇവർ പറയുക, നമ്മുടെ ഹൃദയം ആ വചനങ്ങൾ കേട്ടപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? ഈ അനുഭവം നമുക്കുണ്ടാകണം. ദൈവവചനം ചെറിയ നിസ്സാര കാര്യമൊന്നുമല്ല. അത് വായിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കണം. നമ്മുടെ ഹൃദയം ജ്വലിക്കണം. പിന്നെ കീർത്തനങ്ങൾ പാടുമ്പോൾ ആത്മീയ ചിന്തകൾ പ്രകാശിക്കും. അപ്പോൾ അങ്ങനെ അതും നല്ലതാണ്. എഫേസ്യസ് ലേഖനം 5:19 പറയുന്നു, സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവീൻ, ഗാനാലാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവീൻ. ഗാനങ്ങൾ ആവശ്യമാണ്. ആ ഗാനങ്ങൾ പാടി കർത്താവിനെ പ്രകീർത്തിക്കണം. പരസ്പരം സംഭാഷണം നടത്തുന്നതിനും ഈ ആത്മീയ ഗീതങ്ങൾ നല്ലതാണ്. 7ാമതൊരു കാര്യം നമ്മൾ അറിയേണ്ടത്, നീതിമാൻ്റെ നാവിൽ നിന്ന് നീതിയാണ് ഉതിരുന്നത്. സങ്കീർത്തനം 37:30, നീതിമാൻ്റെ അധരങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, അവൻ്റെ നാവിൽ നിന്ന് നീതി ഉതിരുന്നു. അപ്പം അത്തരം കാര്യങ്ങൾ നമ്മൾ സംഭാഷണത്തിൽ നിന്നും ആത്മീയമായ സംഭാഷണങ്ങളിൽ നിന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സംഗ്രഹിച്ച് വെക്കണം. നമ്മുടെ സംഭാഷണം ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതായിരിക്കണം. ഇനി യേശുവിൻ്റെ ശബ്ദത്തിന് ചില പ്രത്യേകതകളുണ്ട്. യേശു സംസാരിച്ചല്ലോ.
ഈ ഭൂമിയിലായിരുന്നപ്പോൾ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. യേശുവിൻ്റെ ശബ്ദം തൻ്റെ സ്നേഹിതർക്ക് സന്തോഷദായകമാണ്. നമ്മളെന്തെങ്കിലും സംസാരിക്കുമ്പോഴേ നമ്മുടെ അടുത്ത് നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്, അവരോടായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ സ്നേഹിതർക്ക് നമ്മൾ സംസാരിക്കുന്നത് സന്തോഷകരമായി മാറുന്നുണ്ടോ അതോ അവരെ ദുഃഖത്തിലേക്കാണോ നീക്കുന്നത് നമ്മൾ ആലോചിക്കണം. യേശുവിൻ്റെ സംഭാഷണം തൻ്റെ സ്നേഹിതർക്ക് സന്തോഷപ്രദമായിരുന്നു. യോഹന്നാൻ സുവിശേഷം 3:29 മണവാട്ടിയുള്ളവനാണ് മണവാളൻ, അടുത്ത് നിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവൻ്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു, അതുപോലെ എൻ്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. യേശുവിനെക്കുറിച്ച് സ്നാപയോഹന്നാൻ പറഞ്ഞ വാക്കുകളാണിത്. അവനാണ് മണവാളൻ, ഞാൻ സ്നേഹിതനാണ്, അവൻ്റെ ആ ശബ്ദം എനിക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നു. വേറൊരു പ്രത്യേകത, യേശുവിൻ്റെ സംസാരത്തിൻ്റെ ഒരു പ്രത്യേകത, യേശുവിൻ്റെ ശബ്ദം ഈ ആടുകൾ തിരിച്ചറിയും. യേശു ആട്ടിടയനാണല്ലോ, ആട്ടിടയൻ്റെ സ്വരം ആടുകൾ തിരിച്ചറിയുന്നു. യോഹന്നാൻ 10:4 തനിക്ക് ഉള്ളതിനെയെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു, അവൻ്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു. എന്തുകൊണ്ടാണ് ആടുകൾ ആട്ടിടയനെ, നമ്മളൊക്കെ യേശുവിനെ അനുഗമിക്കുന്നത്? കാരണം യേശുവിൻ്റെ ശബ്ദം നമ്മൾ തിരിച്ചറിയുന്നു. തിരിച്ചറിയാത്തവരൊന്നും യേശുവിൻ്റെ കുപ്പറേ പോകത്തില്ല, അവർ വേറെ സൈഡിലോട്ടൊക്കെ തിരിഞ്ഞ് പോകും. അപ്പോഴേ മനസ്സിലാക്കണം അവർ യേശുവിൻ്റെ ശബ്ദം തിരിച്ചറിയുന്നില്ല. യേശുവിൻ്റെ ശബ്ദം തിരിച്ചറിയുന്നവർ യേശുവിനെ അനുഗമിക്കുന്നു. യേശു തന്നെ പറഞ്ഞ കാര്യമാണത്, യേശു തന്നെക്കുറിച്ച് പറഞ്ഞ കാര്യമാണ്. യേശു ആട്ടിടയനും നമ്മൾ ആടുകളുമാണ്. പിന്നെ യേശുവിൻ്റെ ശബ്ദത്തിൽ ചില വ്യക്തികളെ വേർതിരിച്ചെന്ന് വിളിക്കുന്നുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ക്രിസ്തുമാർഗം സ്വീകരിച്ചവരെ ബന്ധനസ്ഥരാക്കുവാൻ ദമാസ്കസിലേക്ക് യാത്ര തിരിച്ച സാവൂളിനോട് ഉയർത്തെഴുന്നേറ്റ യേശു സംസാരിച്ചു. അപ്പോസ്തലപ്രവൃത്തികൾ 9:3-4 വാക്യങ്ങളിൽ അവൻ യാത്ര ചെയ്ത് ദമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് ഒരു മിന്നലൊളി അവൻ്റെ മേൽ പതിച്ചു. അവൻ നിലം പതിച്ചു. ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നതും കേട്ടു, സാവൂൾ സാവൂൾ, നീ എന്തിനെ എന്നെ പീഡിപ്പിക്കുന്നു? സാവൂൾ ഈ സ്വരം തിരിച്ചറിഞ്ഞു. അവൻ മാനസാന്തരപ്പെട്ട് യേശു ദൈവപുത്രനാണ് എന്ന് പ്രഘോഷിക്കാൻ തുടങ്ങി. സ്വരം തിരിച്ചറിഞ്ഞു. വേറൊന്ന് മനസ്സിലാക്കേണ്ടത്, യേശുവിൻ്റെ സ്വരം ശക്തിയേറിയ സ്വരമാണ്. യോഹന്നാൻ അപ്പോസ്തലന് പത്മോസ് ദ്വീപിൽ വെച്ച് മനുഷ്യപുത്രന് ദർശനമുണ്ടായി. വെളിപാട് 1:15 പറയുന്നു, അവൻ്റെ പാദങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ പാദങ്ങൾ ചൂളയിൽ ഉരുകിയ പിച്ചള പോലെ ആയിരുന്നു, സ്വരം പെരുവെള്ളത്തിൻ്റേതുപോലെയും. അതാ അതിൻ്റെ ഒരു പ്രത്യേകത. വേറൊരു പ്രത്യേകത, നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലൊന്ന് തുറക്കണമേ എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ശബ്ദമാണ്. വെളിപാട് 3:20 ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുക്കലേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. അതാണ് കർത്താവിൻ്റെ ശബ്ദത്തിൻ്റെ ഒരു പ്രത്യേകത. അവനിങ്ങനൊരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുക, വാതിലൊന്ന് തുറക്കണേ. തുറന്നു തന്നാൽ കർത്താവുമായിട്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കും. നമ്മൾ സംസാരിക്കുമ്പോൾ പരസ്പര ഉത്കൃഷ്ടത്തിനുള്ളത് സംസാരിക്കണം. റോമർ 14:19 സമാധാനത്തിനും പരസ്പര ഉത്കൃഷ്ടത്തിനും ഉതകുന്നവ നമുക്ക് അനുവർത്തിക്കാം. അങ്ങനെ വേണം നമ്മുടെ സംസാരത്തെ നമ്മൾ നിയന്ത്രിച്ച് കൊണ്ടുവരേണ്ടത്. നമ്മൾ അടുത്ത വാചകത്തിലോട്ട് പോവുകയാണ്. 30 പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നില്ലെങ്കിലും അതിൻ്റെ കുറേ ഭാഗമെങ്കിലും നമുക്ക് സംസാരിക്കാം. 30 വാക്യം, രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ വേദനിപ്പിക്കരുത് എന്ന് ചുരുക്കം. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മളെ മുദ്രിതരാക്കിയിരിക്കുകയാണ്. ഇസ്രായേൽ മക്കൾക്കാണ് ഈ പുത്രസ്ഥാനം
യഥാർത്ഥത്തിൽ ദൈവം കൊടുത്തത്. എന്നാൽ ഗ്രീക്കുകാരെ അഥവാ വിജാതിയരെ കൂടി ദൈവജനത്തിലേക്ക് യേശുക്രിസ്തു ഉൾച്ചേർക്കുന്നു. അങ്ങനെ ദൈവത്തിന് ഏകജനമാണ് ഉള്ളത്. മിശിഹായുടെ കാലത്ത് എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ കൂടി ഏകജനത്തിലേക്ക് വരുവാനുള്ള സാധ്യത കർത്താവ് ഉണ്ടാക്കി. ഇനി മുദ്ര എന്ന് പറഞ്ഞാലേ അത് ഉടമസ്ഥ അവകാശത്തെ കാണിക്കുന്നൊരു കാര്യമാണ്. പുറജാതി ദേവഭക്തർക്ക് അവരുടെ ദേവൻ്റെ പേര് ദേഹത്ത് പതിപ്പിക്കുക ഒരു പതിവായിരുന്നു. അവർ ആ ദേവൻ്റെ വകയാണെന്നും ആ ദേവൻ അവരെ സംരക്ഷിക്കുന്നുവെന്നുമാണ് ആ മുദ്ര കാണിക്കുന്നത്. ക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നതിൻ്റെ ബാഹ്യമായ അടയാളമാണ് പരിശുദ്ധാത്മാവിലൂടെയുള്ള ജ്ഞാനസ്നാനം. അങ്ങനെയാണ് ഈ മുദ്ര നമുക്ക് കുത്തപ്പെടുന്നു എന്ന് പറയുന്നത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം, പരിശുദ്ധാത്മാവിനെതിരായി നമ്മൾ പാപം ചെയ്യരുത്. ജനം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. ഏശയ്യ ഇങ്ങനെ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ഏശയ്യ 63:10 എന്നിട്ടും അവർ എതിർത്തു, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, അതിനാൽ അവിടുന്ന് അവരുടെ ശത്രുവായി തീർന്നു, നേരിട്ട് അവർക്കെതിരെ യുദ്ധം ചെയ്തു. ആത്മാവിന് എതിരായ ദൂഷണത്തെക്കുറിച്ച് യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നു. മത്തായി 12:31 അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യൻ്റെ എല്ലാ പാപവും ദൈവദൂഷണവും ക്ഷമിക്കപ്പെടും, എന്നാൽ ആത്മാവിനെതിരായി ദൂഷണം പറയുന്നത് ക്ഷമിക്കപ്പെടുകയില്ല. പരിശുദ്ധാത്മാവിനെ ഒന്ന് വഞ്ചിക്കാനായിട്ട് സാത്താന് അനനിയ സഫീറ ദമ്പതികളെ ഒന്ന് പ്രേരിപ്പിച്ചു. ആ സംഭവം അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. രണ്ടുപേരും കൂടി തങ്ങളുടെ പറമ്പ് രണ്ടുപേരും അറിഞ്ഞു തന്നെ വിറ്റിട്ട് ഭാര്യയുടെ അറിവോടുകൂടി അതിൻ്റെ ഒരു ഭാഗം, ഒരംശം അവരങ്ങ് മാറ്റിവെച്ചു. ബാക്കി അപ്പോസ്തലന്മാരുടെ കാൽക്കൽ സമർപ്പിച്ചു. അപ്പോൾ അവർക്ക് അവരുടെ വസ്തുവാണ്, അവർ വിറ്റതാണ്, മാറ്റിവെക്കണമെന്ന് ഇവിടെ സാത്താൻ തോന്നിപ്പിച്ചതാണ്. അല്ല, അവർക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, ഞങ്ങളാരും അല്പം എടുത്ത് ബാക്കിയേ തരുന്നുള്ളതെന്ന് വേണേൽ പറയാമായിരുന്നു. പക്ഷേ അതൊക്കെ എല്ലാം കൂടെ തന്നെന്നുള്ള ഭാവത്തിൽ കൊണ്ട് കാണിച്ചിട്ട് ഒരു മറച്ചു വെക്കൽ അവരുടെ ഹൃദയത്തിലുണ്ടായി. അത് സാത്താൻ തോന്നിപ്പിച്ചതാണ്. ഇത് പത്രോസിന് എങ്ങനെയെങ്കിലും ആത്മീയ പ്രേരിതനായി മനസ്സിലാക്കി കാണും. പത്രോസ് ചോദിച്ചു, അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 3, 4, 5 അനനിയാസി, പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിൻ്റെ വിലയുടെ ഒരു അംശം മാറ്റിവെക്കാനും സാത്താൻ നിൻ്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചതെന്ത്? നീ വ്യാജം പറഞ്ഞത് മനുഷ്യനോടല്ല, ദൈവത്തോടാണ്. ഈ വാക്ക് കേട്ട ഉടനെ അനനിയാസ് നിലത്ത് വീണ് മരിച്ചു. ബാക്കി കാര്യങ്ങൾ നമുക്കറിയാം. പിന്നീട് ഭാര്യ വന്നപ്പോൾ ഭാര്യ ഇങ്ങനെ മരിക്കാനിടയായി. പരിശുദ്ധാത്മാവിനെതിരായിട്ട് പാപം ചെയ്യരുത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ചില കാര്യങ്ങളിലൂടെ നമുക്കൊന്ന് ചിന്തിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 16:8 അവിടെ ഒന്ന് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. യേശു കർത്താവ് പറഞ്ഞതാ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തും, നീതിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തും, ന്യായവിധിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ മർത്യശരീരങ്ങൾക്ക് ജീവൻ നൽകുന്നു. യോഹന്നാൻ 8:11 യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. മൂന്നാമത്തെ കാര്യം, ആത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. റോമർ 8:26 നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ, എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. മനുഷ്യൻ്റെ എല്ലാ പാപവും ദൈവദൂഷണവും ക്ഷമിക്കപ്പെടുന്നു, എന്നാൽ ആത്മാവിനെതിരായ ആ ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല. പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാൻ സാത്താൻ പ്രേരിപ്പിച്ച അനനിയാസ് സഫീറ ദമ്പതികളുടെ കാര്യമാണല്ലോ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്.
പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരാകാൻ നമ്മളെ യോഗ്യരാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരാകാൻ നമ്മളെ യോഗ്യരാക്കുന്നു. പുതിയ ഉടമ്പടി എന്ന് പറയുന്നത്, പഴയ ഉടമ്പടി എന്ന് പറയുന്നത് യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് നമുക്കൊരു ഉടമ്പടി തന്നിട്ടുണ്ട്. ഒരു പ്രത്യേക വാഗ്ദാനം അബ്രഹാം മുതൽ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ശുശ്രൂഷകരായിരുന്നു പഴയ നിയമത്തിലെ പ്രവാചകന്മാരും എല്ലാം. പുതിയ നിയമത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ സംഭവിക്കുന്നത് കൊണ്ട് യേശുക്രിസ്തുവിനെ ആണ് നമ്മൾ ശുശ്രൂഷിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യേശുക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്ന ഈ ശുശ്രൂഷ കുറേ കൂടെ ശ്രേഷ്ഠമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ശ്രേഷ്ഠമായ ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ഒരു കൃപ കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. രണ്ട് കൊറിന്ത്യർ 3:6 അവിടുന്ന് ഞങ്ങളെ എഴുതപ്പെട്ട നിയമത്താലല്ല ആത്മാവിൻ്റെ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരാകാൻ യേശു നമ്മളെ യോഗ്യരാക്കിയിരിക്കുന്നു. ആ യോഗ്യത പരിശുദ്ധാത്മാവിനാൽ നമ്മൾ പ്രാപിക്കുന്നു. എന്തെന്നാൽ എഴുതപ്പെട്ട നിയമം മൃതിപ്പെടുത്തുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. ഇപ്പം നമ്മൾ എഴുതപ്പെട്ട നിയമം അത് പഴയ നിയമത്തെ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ ആത്മാവ് നമ്മൾ നിറഞ്ഞുള്ള ജീവിതമാണ്. ആ പരിശുദ്ധാത്മാവിനാണ് നമ്മൾ ജീവിക്കുന്നത്. പരിശുദ്ധാത്മാവ് വിശ്വാസികളിൽ വസിക്കുന്നു എന്ന് വചനം നമ്മളോട് പറയുന്നു. എസെക്കിയേലിൻ്റെ പുസ്തകം 36:27 ഞാൻ വായിക്കാം. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും. പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തുകൊണ്ട് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു. യോഹന്നാൻ 14:17 ഈ സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങളവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോട് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ജഡികരല്ല, ആത്മീയരാണ്. റോമർ 8:9 ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിന് ഉള്ളവൻ അല്ല. നമ്മൾ ഇപ്പോൾ ആത്മീയരാണെന്നും ആത്മീയമായ തലത്തിൽ ഒരു ജീവിതമാണ് നമ്മളുടെ ഉള്ളത് എന്നും നമ്മൾ മനസ്സിലാക്കണം. ഒരു ജഡിക ജീവിതമല്ല നമ്മൾ നയിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് സമയത്തിൻ്റെ ഇതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. റോമാലേഖനം 8:11 യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന അതിൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. ഇത് റോമർ 8:11 യോഹന്നാൻ 8:11 എന്ന് ഞാൻ എൻ്റെ വാക്ക് പെട്ടെന്നൊന്ന് തെറ്റായി പറഞ്ഞു പോയിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് തിരുത്തണമെന്ന് അപേക്ഷ. ഇന്ന് നമ്മൾ ചിന്തിച്ചത് നമ്മൾ നാവിനെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ച് ഉള്ളൊരു പ്രത്യേകതയാണ്. തുടർന്ന് നമ്മൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമ്മളിൽ വസിക്കുന്നെന്നും പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന പ്രത്യേക ശുശ്രൂഷ എത്രമാത്രം ശ്രേഷ്ഠമാണെന്നും ഒക്കെ നമ്മൾ ചിന്തിച്ചു. നമ്മുടെ സംസാരം ആത്മീയ ചൈതന്യം നൽകുന്നതായിരിക്കണം. നമ്മുടെ വാക്കുകൾ മുറിവ് ഉണക്കുന്നതായിരിക്കണം. ആരെക്കുറിച്ചും നമ്മൾ അപവാദം പറയരുത്. വെറുതെ ഭാഷണം അരുത്. നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നമ്മളിപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡ് 144 എപ്പിസോഡിൽ എഫെസോസ് 4:30 ബി പാർട്ട് മുതൽ നമുക്ക് കൂടുതലായിട്ട് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.